ഗൈസ്, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് നിഞ്ച റിബൺ എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. ഇറ്റ്സ് എ ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, ദിസ് ഈസ് എ ഒറിജിനൽ. Hey, hey, hey. This is original, this is a duplicate. Okay. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കണ്ടാൽ മനസ്സിലാവും ഗൈസ്. ലൈറ്റ് അടിച്ചാൽ അങ്ങനെ റിഫ്ലക്റ്റ് ആവും, പക്ഷേ ക്യാമറ വരെ കാണുന്നു. ഓ മൈ ഗോഡ്, അത്രയും ക്ലീനായി നീറ്റോ. ഗൈസ്, ഇതാണ് നമ്മളെ ഇതിന് പറ്റിയതാണ് ഇത്. മൈ ന്യൂ നിഞ്ച നൈഫ് എന്നാണോ പറയുന്നത് എനിക്കറിയില്ല. ഓക്കെ, ഓ ഇത് ഇതിൻ്റെ പറ്റിയതാണ്. പക്ഷേ ഇത് ഉപകാരപ്പെടുന്നത് ഒറിജിനൽ. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒട്ടിച്ചേക്കാം. ഓക്കെ, ഏറ്റവും നല്ലത് ഇങ്ങനെ ഒട്ടിച്ചേക്കാം. അല്ലെങ്കിൽ എൻ്റെ സോഫയിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചേച്ചാൽ മതി. ടി വിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചേക്കാം. ഓക്കെ, അതാണ് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ റിബൺ വേണമെങ്കിൽ നമുക്ക് ഫോണിലൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഡ്യൂപ്ലിക്കേറ്റിൽ ആക്ച്വലി നല്ലതാണ്, കാരണം ക്വാളിറ്റി നല്ലതാണ്. ഉണ്ടോ ഒന്നും പറ്റിയില്ല, അതുള്ള പോലെ തന്നെയാണ്. ഇങ്ങോട്ട് വളച്ചാലും അതേപോലെ തന്നെ. പിന്നെ വെയിറ്റ് കൂടുതലാണ്, പൊല്യൂഷൻ ഉണ്ടാവും, ഇൻഫെക്ഷൻ ഉണ്ടാവും. നല്ല പണിയാണ്. ഇൻഫെക്ഷൻ ഉണ്ടാവും, നല്ല ചാൻസുള്ള സാധനമാണ്. പൊല്യൂഷൻ കുറവാണ്, പക്ഷെ പൊല്യൂഷൻ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ അധികം വിയർക്കൊന്നുമില്ല, അതിട്ടാൽ പെട്ടെന്ന് വിയർക്കും, അതുപോലെ തന്നെ ടൈറ്റ് ആവില്ല. ഇതിങ്ങനെ വെച്ചിട്ട് കെട്ടണം, ഇങ്ങനെ വെച്ചിട്ട് കെട്ടണം. ഇങ്ങനെ വെച്ചിട്ട് കെട്ടുമ്പോൾ നിഞ്ച നൈഫിൻ്റെ പണി. അപ്പോൾ ഗൈസ്, നറൂട്ടോ ബൈ.